വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെയിം. നിങ്ങൾ ഈ ചെടി കണ്ടോ? പുല്ല് പറിച്ചപ്പോൾ പിഴുതെറിയപ്പെട്ട ഒരു ചെടിയാണിത്. ഇതെന്ത് ചെടിയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചെടി കൊണ്ടാണ് ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു സ്കൾപ്ചറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പർ ക്ലേ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഹോം മെയ്ഡ് പേപ്പർ ക്ലേ ആണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇല വെച്ചിട്ട് നമ്മളിതൊന്ന് കാസ്റ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഉണക്കിയെടുക്കുകയാണ്. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഇല റിമൂവ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടെ പേപ്പർ ക്ലേ ഒക്കെ ആഡ് ചെയ്തിട്ട് സ്കൾപ്റ്റിംഗ് പരിപാടി തുടങ്ങാം. ഈ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പലരും പറയാറുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൽ അതിൻ്റെ ലോങ് വെർഷൻ കൂടെ പോസ്റ്റ് ചെയ്യുമോ, കാരണം അതിൻ്റെ പ്രോസസ്സ് ഒന്നും അറിയാൻ താല്പര്യമുണ്ടെന്ന് പറയാറുണ്ട്. കുറച്ച് പേരെ പറയാറുള്ളൂ. എനിക്കിപ്പോൾ ഷോർട്ട് വെർഷനും ലോങ് വെർഷനും ഒക്കെ ഇപ്പോൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ പൊതുവെ ആരും കാണാറില്ല. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ സ്ഥിരമായിട്ട് ലോങ് വീഡിയോ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോങ് വെർഷൻ കൂടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആവുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പേപ്പർ ക്ലേയുടെ ഒരു കളറ് പലയിടത്തും പലതായിട്ട് കാണുന്നതേ, ഞാൻ പലതരം പേപ്പർ വെച്ചിട്ടാണ് ഈ ഒരു പേപ്പർ ക്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് നമ്മുടെ സാധാരണ പാക്കിംഗ് ബ്രൗൺ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്, ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് പല ഒരു ഡേർട്ട് പോലെയൊക്കെ കാണുന്നത്, ചെളി പിടിച്ച പോലെയൊക്കെ കാണുന്നത്. ബ്രൗൺ പേപ്പർ വെച്ചുണ്ടാക്കിയതാണ് കുറച്ച് ചെളിയുടെ കളറിലൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാ പേപ്പറും ഞാൻ പേപ്പർ ക്ലേ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പേപ്പർ ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്. ഒരെണ്ണം നമ്മൾ ഗ്ലൂ പോലും ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞാനൊരു കാര്യം പല വീഡിയോയിലും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പേപ്പർ ക്ലേയുടെ എന്തെങ്കിലും സ്കൾപ്ചർ ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. അതായത് പല വീഡിയോസിലും പല ക്രിയേറ്റേഴ്സും പേപ്പർ ക്ലേ എന്നും പേപ്പർ മഷ എന്നും രണ്ടാണ്. അതായത് പേപ്പർ ക്ലേ എന്ന് പറയുമ്പം ഇതുപോലെ ഫൈൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ പാകത്തിന് ക്ലേ കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലേ ആണ് പേപ്പർ ക്ലേ എന്ന് പറയുന്നത്. പേപ്പർ മഷ എന്ന് പറയുന്നതാണ് പലപ്പോഴും എല്ലാവരും പേപ്പർ ക്ലേ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഗ്ലൂവും അതുപോലെ ഒരു കുറച്ച് പേപ്പറിൻ്റെ അരച്ച പീസസും ചേർത്തിട്ട്. സത്യം പറഞ്ഞാൽ രണ്ടാണ്. അത് പലരും അത് മനസ്സിലാക്കാതെയാണ് ഇൻ്റർചേഞ്ചബിളി അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പറഞ്ഞെന്ന് വെച്ച് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. പേപ്പർ മഷ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈവൻ അത് വെച്ചിട്ടും ഡോൾ ചെയ്തിട്ടുണ്ട്. 2-3 ഡോൾസ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പോസ്റ്റ് അടുത്തൊരു വീഡിയോ ചെയ്യാനുണ്ട്, എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു ഡോളും അങ്ങനെ ചെയ്തിട്ടുള്ളതാണ്, നോൺ ക്ലേ ഡോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ബിഗിനേഴ്സിന് ഫൈൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരുപാട് ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. എന്നിട്ടും എനിക്ക് ഒരുപാട് ഡിഫിക്കൾട്ട് തോന്നിയിട്ടുണ്ട് ഫൈൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ അത് വെച്ചിട്ട്. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ പേപ്പർ ക്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്ലൂവും പേപ്പറും മാത്രം പോരാ, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സെറാമിക് മെറ്റീരിയൽ, എന്തെങ്കിലും പൗഡേഴ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും, കുറച്ചും കൂടെ ഒരു ക്ലേ കൺസിസ്റ്റൻസി കിട്ടാൻ. അപ്പോൾ കൺസിസ്റ്റൻസി ഭയങ്കര ഡിഫറെൻ്റാണ് രണ്ടും തമ്മിലുള്ളത്. അപ്പോൾ അതറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതൊക്കെ എത്ര പേരിലേക്ക് എത്തുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എങ്ങനെ ചെയ്യണം, എങ്ങനെ അതിന് പേരിടണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അവർ ചെയ്യുന്നത് മോശമാണെന്നോ അങ്ങനെയൊന്നും അല്ല. മേ ബി അതിന് തന്നെയാണ് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുക, കാരണം എളുപ്പമാണ് ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഫൈൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡീറ്റെയിൽസ് കുറവുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് പേപ്പർ പേസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഒത്തിരി ലെയറായിട്ട് ചെയ്യേണ്ടി വരും. ലെയറായിട്ടാണ് ചെയ്യുക. ഇതിനെക്കാട്ടിലും കൂടുതൽ ലെയറിങ് വേണ്ടി വരും. പേപ്പർ ക്ലേ വെച്ചിട്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഈ ലെയറിങ് എന്ന് പറഞ്ഞ കാര്യമാണ് നോക്കുക. നമ്മൾ കോൾ പോസ്റ്റിൽ ഉണ്ടാകുന്ന ചെയ്യണ പോലെ ഒറ്റ ലെയറിൽ തന്നെ എല്ലാം
ഷേപ്പും കൊടുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് പേപ്പർ ക്ലേക്ക്. പേപ്പർ ക്ലേ പൊതുവേ ഞാൻ ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് ലെയർ ആയിട്ടാണ് ചെയ്യണേ. ഇപ്പോൾ ഇതിൽ തന്നെ ഇതൊരു കുഞ്ഞ് സ്കൾപ്ചർ ആണെങ്കിലും ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് ഓരോരോ ലെയർ ആയിട്ടാണ്. നിങ്ങൾ കണ്ടല്ലോ, ഓരോ ഫേസിൻ്റെ ആണെങ്കിലും ആദ്യത്തെ ഒരു ലെയർ ഉണങ്ങിയതിന് ശേഷമാണ് അടുത്ത ലെയർ വളരെ ഫൈനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഹെയർ ആണെങ്കിലും ഇതുപോലെ ചെയ്തിട്ട് വീണ്ടും ഒരു ലെയർ കൊടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ കൊടുക്കണമെങ്കിൽ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നന്നാവാൻ തോന്നുന്നു. ഞാൻ ചെയ്യുന്നത് ഭയങ്കര ഫൈനായിട്ടുള്ളൊരു വർക്കൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു ലെവലിൽ ഒരു പെർഫെക്ഷൻ നോക്കാറുണ്ട് ഞാൻ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു സ്കൾപ്ചർ ഒരു ഓണം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്കൾപ്ചറാണ്. ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. ഞാൻ ഒരു ഡോളിൻ്റെ മേക്കിങ്ങിലാണ്, പക്ഷെ അത് മേ ബി കുറച്ച് ദിവസം കൂടെ കഴിയും തോന്നുന്നു. അതിൽ കുറച്ചും കൂടി നല്ല വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനിടയ്ക്ക് കിട്ടിയ സമയത്ത് പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഇതിലുണ്ടാവും. പക്ഷെ എന്നാലും ഞാനത് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ലോങ് വെർഷൻ കൂടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്തതാണെങ്കിലും ഒരു 2-3 ദിവസത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്, ഉണക്കിയൊക്കെ എടുക്കേണ്ടത്. അതുകൊണ്ട് ഇനി നമ്മളിതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം വാൾ പ്രൈമർ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാൾ പ്രൈമർ വാങ്ങിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ ക്ലേ വെച്ചിട്ടുള്ളതിലൊക്കെ നല്ലതാണ്. കാരണം ആദ്യം ഒരു വൈറ്റ് കോട്ട് അതിൻ്റെ തന്നെ കൊടുത്തിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പെയിൻറ്റ് കുറച്ച് മതി, ഒരു ഫസ്റ്റ് കോട്ടിങ്ങിന് തന്നെ നല്ല ഒരു കവറേജ് കിട്ടും. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വാൾ പ്രൈമർ അല്ലെങ്കിൽ സിമെൻറ്റ് പ്രൈമർ എന്നൊക്കെ പറയും, അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ അക്രിലിക് പെയിൻറ്റിൽ വൈറ്റ് കളർ അടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രത്യേകിച്ച് എന്നെ പോലെ പല പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ക്ലേ ഉണ്ടാക്കുന്നതെങ്കിൽ ഡേർട്ടായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പെയിൻറ്റ് 2-3 കോട്ടിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലേഡീസ് കൾച്ചർ ഒരു സെറ്റ് സാരിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി പെയിൻറ്റിങ്ങിലേക്ക് കടക്കുകയാണ്. ഫേസിന് ഞാനൊരു മീഡിയം സ്കിൻ ടോണാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഹെയർ പെയിൻറ്റ് ചെയ്യാം. ഈ സ്കിൻ കളർ മിക്സിങ്ങിൻ്റെ ഡൗട്ട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് സ്കിൻ കളർ മിക്സ് ചെയ്യാന്നൊക്കെ. അപ്പോൾ സ്കിൻ കളർ മിക്സ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വേർഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫേസ് എങ്ങനെയാണ് ഡീറ്റെയിൽഡായിട്ട് പെയിൻറ്റ് ചെയ്യുന്നതെന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക താല്പര്യമുള്ളവർ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഓർണമെൻറ്റ്സിനൊക്കെ യെല്ലോ കളർ കൊടുക്കാം. അപ്പോൾ ഗോൾഡ് നേരിട്ട് കൊടുക്കണമെന്നില്ല, ആദ്യം ഒന്ന് യെല്ലോ പെയിൻറ്റ് അടിച്ചതിന് ശേഷം അവസാനം ഗോൾഡ് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഗോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ ലെമൺ യെല്ലോയും കുറച്ച് ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുത്താലും മതി, നമുക്ക് ഗോൾഡ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ. ഇനി ഗോൾഡ് അല്ല വേറെ കളറിലുള്ള ഓർണമെൻറ്റ്സ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. സെറ്റ് സാരിക്ക് ഏതായാലും നമുക്ക് ഇങ്ങനെ യെല്ലോ ഷെയ്ഡ് കൊടുക്കണമല്ലോ. അല്ല, ഗോൾഡൻ സാരി ഇല്ലെങ്കിൽ അതിലും വേറെ ഏതെങ്കിലും കളർ കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനി ഓണമൊക്കെ ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കളർഫുൾ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഫ്രണ്ടിലൊക്കെ കുറച്ച് ഗ്രീനും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുറച്ച് ബ്ലൂവും യെല്ലോയും ഒക്കെ ചേർന്നിട്ടുള്ള കളറൊക്കെ കൊടുത്താണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് ചെയ്തതാണ്, അധികം സമയമൊന്നും അതിന് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കുറവായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ കുറേ കൂടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പെയിൻറ്റൊക്കെ ചെയ്യായിരുന്നു. ഇത് അത്രയ്ക്കൊന്നും മെനക്കെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയായിട്ട് കണ്ണ് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെയും ആ ബ്ലാക്ക് ഒക്കെ കൊടുക്കുമ്പോൾ ഫേസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവസാനം ഇതെല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് കണ്ണ് വരയ്ക്കാം, ഫേസിലെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇനി പുരുക വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സിൽ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പിങ്കാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത്. പിന്നെ കുറച്ച് റെഡും യെല്ലോയും കുറച്ച് വൈറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ കൊണ്ട് ലിപ്സ് വരച്ചു കൊടുത്തു. പിന്നെ ഞാൻ കണ്ണുണ്ടാക്കിയപ്പോൾ കുറച്ചൊരു ഭാഗത്ത് കുറച്ച് പൊങ്ങിയും താഴ്ന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു കേട്ടോ കണ്ണ് വരയ്ക്കുമ്പോൾ. സാധാരണ കണ്ണ് വരയ്ക്കുമ്പോൾ എപ്പോഴും എനിക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോവും.
പിന്നെ ഇതുപോലെ ഫൈൻ ബ്രഷ് എവിടെ കിട്ടുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇതൊരു നെയിൽ ആർട്ട് ബ്രഷാണ്. ഞാൻ പലർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്, അവർ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഇത് നെയിൽ ആർട്ട് ബ്രഷാണ്. നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 400 ലെവലിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സാധാരണ 000 ബ്രഷിനെക്കാട്ടിലും കുറച്ചും കൂടെ ഫൈനായിട്ടുള്ള ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു നെയിൽ ആർട്ട് ബ്രഷാണ്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് കുറച്ച് ഫ്ലവർ പോലെയുള്ള ടെക്സ്ചറും കൂടെ വരച്ചു കൊടുക്കാം. ഞാനിതിവിടെ വളരെ പെട്ടെന്നാണ് ഇത് വരച്ചെടുക്കുന്നത്, അധികം ഡീറ്റെയിൽ ഒന്നും കൊടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ ഹാപ്പി ഓണം എന്നും കൂടെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കുട്ടി സ്കൾപ്ചർ ഓണം സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നേരത്തെ കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ലാത്തൊരു ഫസ്റ്റ് ടൈം ആയിരിക്കും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കാനായിട്ട് വളരെ റെഡി ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നാളെയാണ് തിരുവോണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, ഉടനെ തന്നെ കാണാം. ഷോർട്ട് വീഡിയോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. cheers.